നിങ്ങൾക്കറിയോ, ആപ്പിൾ കമ്പനി 90 ദിവസത്തിനുള്ളിൽ അടച്ചുപൂട്ടാൻ പോവാണ്. ഇപ്പോഴല്ല, 1997 ആപ്പിൾ കമ്പനി ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അത് ലോകത്തിലെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന കമ്പനികളിൽ ഒന്നാണ്. എന്താണ് ഈ ഒരു മാറ്റത്തിന് കാരണം? ഒരൊറ്റ തീരുമാനം, ഒരേ ഒരു ആൾ. 1997 ആപ്പിൾ വലിയ പ്രശ്നത്തിലായിരുന്നു. $1 ബില്യൺ വരെ നഷ്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് 1997 സ്റ്റീവ് ജോബ്സ് തിരിച്ചു വരുവാണ്. ഇതേ ആളെ ആപ്പിൾ കമ്പനി മുൻപ് ഒരുപാട് തവണ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തത് എന്തെന്നാൽ, കമ്പനി കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാതെ അദ്ദേഹം പല പ്രൊഡക്ട്സ് ഒഴിവാക്കി. അതുപോലെ സൈഡ് പ്രൊജക്ട്സ് ഒക്കെ നിർത്തലാക്കി. കമ്പനീനെ ഫോക്കസ് ചെയ്യാനായിട്ട് പുഷ് ചെയ്തു. ബിസിനസ് സിമ്പിൾ ആക്കിക്കൊണ്ട് കീ ഇൻവെസ്റ്റ്മെന്റ് ആള് നേടിയെടുത്തു. മൈക്രോസോഫ്റ്റ് ആപ്പിളിൽ $150 മില്യൺ ആണ് നിക്ഷേപിച്ചത്. അതിനുശേഷം ഐമാക്, ഐപോഡ്, ഐഫോൺ പോലുള്ള പ്രൊഡക്ട്സ് വന്നു. ആപ്പിൾ പതിയെ വളരാനായിട്ട് തുടങ്ങി. നമ്മൾക്ക് നമ്മുടെ സക്സസ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ഡൗൺ ചെയ്യണം, അല്ലെ? അത് തന്നെയാണ് ആപ്പിൾ ഇവിടെ ചെയ്തത്.